എല്ലാവർക്കും നമസ്കാരം. ഡെൽറ്റ ലേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കെമിസ്ട്രിയുടെ ക്ലാസ്സസ് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരുന്നു മൊഡ്യൂൾ 6 ആയിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഫിസിക്സ് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് എടുത്തത്. അതായത് റൊട്ടേഷണൽ ഡൈനാമിക്സ്, കൺസർവേഷൻ ലോസ് ഒക്കെ ആയിരുന്നു നമ്മൾ വീഡിയോ ഇട്ടത്. വീഡിയോ കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ കമൻസ് ഒക്കെ കാണുന്നുണ്ട്. ഞാൻ പറ്റുന്ന പോലെ പറ്റുന്ന പോലെയാണ് വീഡിയോസ് ഇട്ടിട്ട് പോകുന്നത്. മാക്സിമം പോർഷൻസ് കവർ ചെയ്യാനായിട്ട് എക്സാമിന് മുന്നേ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പം മൊഡ്യൂൾ 6 നമ്മൾ അറ്റോമിക് സ്ട്രക്ചർ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ ആയിരുന്നു സെക്കൻഡ് ചാപ്റ്റർ. ഇതെല്ലാം +1 ടോപ്പിക്സ് ആണ് കെമിസ്ട്രിയിൽ. അടുത്ത +1 ഒരു ടോപ്പിക്കിൽ വരുന്നതാണ് ഈ പീരിയോഡിക് ലോസ്, പീരിയോഡിക് പ്രോപ്പർട്ടീസ്. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. ഓക്കെ, ആ ഒരു ചാപ്റ്ററിലാണ് ഈ പറയുന്ന കാര്യങ്ങൾ, ഇലക്ട്രോനെഗറ്റിവിറ്റി, പീരിയോഡിക് പ്രോപ്പർട്ടീസ് കാര്യങ്ങളെല്ലാം വരുന്നത്. സോ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം അത് നമ്മുടെ +1 കെമിസ്ട്രിയുടെ ചാപ്റ്റർ 3 ആണ്. അതായത് മൂലകങ്ങളുടെ വർഗീകരണവും സ്വഭാവങ്ങളിലെ ക്രമാവർത്തനവും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്, അതാണ് ചാപ്റ്ററിന്റെ പേര്. പിന്നെ നമ്മൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് സിലബസ് പുതിയതാണെന്നൊക്കെ. ഇത് അല്ല, ഇത് പഴയ സിലബസ് ആണ്. 2018 നടന്നിരുന്ന എക്സാമിന്റെ സിലബസ് ആയിരുന്നു. അതാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. പുതിയൊരു സിലബസ് ഇതുവരെ അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല. അപ്പം നമ്മളിപ്പം പഴയ സിലബസ് വെച്ചിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ ക്ലാസ്സസ് എടുത്ത് പോകുന്നുണ്ട്. അപ്പം ഇതിന്റെ ചാപ്റ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത്, അതായത് NCERT ആണ് നമ്മൾ എടുത്ത് പോകുന്നത്. ഇത് NCERTയുടെ മലയാളം വേർഷൻ ആണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതിന്റെ മലയാളം വേർഷൻ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഈസിലി. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇട്ട് ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസോ, അതായത് ഓരോ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്ന ഒരു ബാച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ഡൗൺ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് തരാം. ഓക്കെ, അപ്പം പീരിയോഡിക് ടേബിളിലാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മൊത്തം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിൽ ഓരോരോ പീരിയോഡിക് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പം ആദ്യം ഇത് പീരിയോഡിക് ടേബിളിനെ കുറിച്ചിട്ടുള്ള ഒരു പാരഗ്രാഫ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഗ്ലെൻ ടി സീബർഗ് എന്ന് പറയുന്ന ആള് പീരിയോഡിക് ടേബിളിനെ കുറിച്ചും അതുപോലെ പീരിയോഡിസിറ്റിയുടെ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അത് കഴിഞ്ഞ് നോക്കാം ഈ ആവർത്തന പട്ടിക. ആവർത്തന പട്ടിക എന്ന് പറയുന്നതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പീരിയോഡിക് ടേബിളിന്റെ ആവശ്യകത, അതുപോലെ അത് എന്തിനു വന്നു, അതിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ. ഓക്കെ, സോ ആവർത്തന പട്ടികയുടെ ഇന്നത്തെ രൂപത്തിലേക്കുള്ള വളർച്ചയുടെ ചരിത്രവും ആധുനിക ആവർത്തന നിയമവുമാണ് ഈ അധ്യായത്തിൽ നാം പഠിക്കാൻ പോകുന്നത്. മൂലകങ്ങളുടെ ആവർത്തന വർഗീകരണം അവയുടെ ഇലക്ട്രോൺ വിന്യാസവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഇവിടെ പ്രതിപാദിക്കുന്നു. മൂലകങ്ങളുടെ ഭൗതികവും രാസപരവുമായ ചില സ്വഭാവങ്ങളിലെ ക്രമാവർത്തന പ്രവണതകളെ കുറിച്ചും നാം ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അതുപോലെ തന്നെ അതാണ് ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, എങ്ങനെയാണ് നമ്മൾ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യേണ്ട ആവശ്യകത എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ ആദ്യം തന്നെ നോക്കാം മൂലകങ്ങളുടെ വർഗീകരണത്തിന്റെ ആവശ്യകത. വർഗീകരണം എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ആണ്. അതിന്റെ ആവശ്യകത എന്താണെന്നാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ തരത്തിലുമുള്ള ദ്രവ്യങ്ങളുടെയും അടിസ്ഥാന ഘടകം മൂലകങ്ങളാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ മൂലകങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? എലമെന്റ്സ് ആണ് അല്ലെ? എലമെന്റ്സിനെയാണ് നമ്മൾ മൂലകങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ ദ്രവ്യം എന്ന് പറയുന്നത് എന്താണ്? മാറ്റർ ആണ്. അത് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നുണ്ട്. ബേസിക് യൂണിറ്റ് ഓഫ് മാറ്റർ അല്ലെ? എലമെന്റ്സ് ആർ ദ ബേസിക് യൂണിറ്റ്സ് ഓഫ് ഓൾ ടൈപ്സ് ഓഫ് മാറ്റേഴ്സ്. അതാണ് ഈ ഒരു ഫസ്റ്റ് സെന്റൻസിൽ പറയുന്നത്. അപ്പൊ നോക്കിക്കേ, 1800 31 മൂലകങ്ങൾ മാത്രമാണ് അറിയപ്പെട്ടിരുന്നതെങ്കിൽ 1865 അത് ഇരട്ടിയിലധികമായി 63 വരെ എത്തി. എന്നാൽ ഇപ്പോൾ എത്രയാണ്? 118 മൂലകങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞു. ഇവയിൽ പുതുതായി കണ്ടുപിടിക്കപ്പെട്ടവ മനുഷ്യനിർമ്മിതങ്ങളാണ്. പുതിയ മൂലകങ്ങൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അനുസൂത്യം തുടരുന്നു. ഇത്രയധികം മൂലകങ്ങളുടെയും അവയുണ്ടാക്കുന്ന സംയുക്തങ്ങളുടെയും സ്വഭാവത്തെക്കുറിച്ച് പ്രത്യേകം പഠിക്കുക എന്നത് ശ്രമകരമാണല്ലോ. സോ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മൂലകങ്ങളെ വർഗീകരിച്ച് കൊണ്ട് തങ്ങളുടെ അറിവിനെ ക്രമീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥാപിത മാർഗം ശാസ്ത്രജ്ഞന്മാർ അന്വേഷിക്കുകയുണ്ടായി. മൂലകങ്ങളെ കുറിച്ച് അറിയാവുന്ന വസ്തുതകൾ യുക്തി സഹമാക്കുക മാത്രമല്ല, തുടർ പഠനത്തിന് വേണ്ടി പുതിയവ പ്രവചിക്കുന്നതിനും കൂടി ഇത്തരം വർഗീകരണം
എന്ന കാഴ്ചപ്പാടോടെ ആയിരുന്നു ഈ ഒരു പ്രവർത്തനങ്ങൾ അല്ലെ. അപ്പൊ എന്താണ്, നമുക്ക് ഈ ഒരു എലമെന്റ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും ഈ എലമെന്റ്സ് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സ് അല്ലെ, എലമെന്റ്സ് കൊണ്ട് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടും ഇപ്പൊ ഇതിനെയൊക്കെ കുറിച്ച് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു നോളജ് നമുക്ക്, അതായത് ഈ നമുക്ക് കിട്ടുന്ന ആ അറിവുകളെ എല്ലാം നല്ല രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് അറേഞ്ച് ചെയ്തൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആവശ്യകത എന്ന് പറയുന്നത്. ഓക്കെ, അത് നോക്കാം. മൂലക വർഗീകരണത്തിന്റെ ആദ്യകാല ശ്രമങ്ങൾ. സോ നമ്മൾ ആദ്യം ആറ്റം പഠിച്ചപ്പം ആറ്റത്തിന്റെ സ്ട്രക്ചർ ഓരോരോ സയന്റിസ്റ്റുകൾ പ്രപ്പോസ് ചെയ്തിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. പിന്നെയാണ് ഓരോരോ അതിലെ ഡ്രോബാക്സ് റെക്ടിഫൈ ചെയ്ത് പല പല സ്ട്രക്ചറിലോട്ട് നമ്മൾ എത്തിയത്. അതേപോലെ തന്നെ ഇവിടെ പീരിയോഡിക് ടേബിളിൽ എന്താണ്, ആദ്യം കുറെ ആൾക്കാർ ഇതുപോലെ കുറെ പ്രപ്പോസൽസ് ഒക്കെ കൊണ്ടുവന്നു. പ്രപ്പോസൽസ് അല്ല, അപ്പം അവരെന്താണ് അവരുടെ ആയിട്ടുള്ള രീതിയിൽ ക്ലാസിഫിക്കേഷൻസ് കൊണ്ടുവന്നു. അങ്ങനെ വന്നുവെന്നാണ് ഇന്നത്തെ കാണുന്ന ഒരു പീരിയോഡിക് ടേബിളിലോട്ട് നമ്മൾ എത്തിയത്. ഓക്കെ, അപ്പൊ അത് തന്നെ നോക്കാം. ആദ്യം മൂലകങ്ങളെ ഗ്രൂപ്പുകളായി വർഗീകരിച്ചതും ആവർത്തന നിയമത്തിന്റെയും ആവർത്തന പട്ടികയുടെയും ആവിർഭാവവും പുരോഗതിയും ശാസ്ത്രജ്ഞന്മാർ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ആർജിച്ച അറിവുകൾ ക്രമപ്പെടുത്തിയതിന്റെ പരിണിത ഫലങ്ങളാണ് അല്ലെ. ഒരുപാട് എക്സ്പെരിമെന്റ്സും ഒബ്സർവേഷൻസും ഒക്കെ ചെയ്തിട്ടാണ് അവര് ഈ എലമെന്റ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി അവരെ ക്ലാസിഫൈ ഒക്കെ ചെയ്തത്. ഓക്കെ, അപ്പം നോക്കാം. 1800കളുടെ തുടക്കത്തിൽ ജർമ്മൻ ശാസ്ത്രജ്ഞനായ ജൊഹാൻ ഡോബറൈനർ, നിങ്ങൾ ഈ പേര് കേട്ടിട്ടുണ്ടാവും, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഡോബറൈനർ ആണെന്ത് മൂലകങ്ങളുടെ സ്വഭാവങ്ങളെ പ്രവണതകളെ കുറിച്ച് ആദ്യം ചിന്തിച്ചത്. ഓക്കെ, അപ്പൊ അവര് ഈ ഒരു സിമിലർ പ്രോപ്പർട്ടീസ് അല്ലെ, കെമിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന എലമെന്റ്സിനെ ഒരുമിച്ച് ക്ലാസിഫൈ ചെയ്ത ആദ്യത്തെ ആളാണ് ഡോബറൈനർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 1829 പല മൂലകങ്ങളുടെയും 3 വീതമുള്ള ഗ്രൂപ്പുകളിൽ, അതായത് ത്രികങ്ങൾ അഥവാ ട്രയാഡ്സ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്, രാസപരവും ഭൗതികവുമായ സ്വഭാവ സാദൃശ്യങ്ങൾ അദ്ദേഹം നിരീക്ഷിച്ചു. അതായത് എലമെന്റ്സിന്റെ മൂന്നെണ്ണം വീതമുള്ള ഗ്രൂപ്പുകളിലെ എലമെന്റ്സ് ഒരേ പ്രോപ്പർട്ടീസ് കാണിക്കുന്നതായിട്ട് ആര് കണ്ടു? ഡോബറൈനർ കണ്ടു. അപ്പൊ ഇത്തരത്തിലുള്ള ഓരോ ഗ്രൂപ്പിലും മധ്യത്തിൽ വരുന്ന മൂലകത്തിന്റെ അറ്റോമിക ഭാരം മറ്റ് 2 മൂലകങ്ങളുടെ അറ്റോമിക ഭാരത്തിന്റെ ശരാശരി ആയിരുന്നു. മറ്റ് സ്വഭാവ സവിശേഷതകളിലും ഈ പ്രവണത ദർശിക്കാനായി. സോ ത്രിക നിയമം എന്ന പേരിൽ അറിയപ്പെട്ട ഈ വർഗീകരണം കൊണ്ട് വളരെ കുറച്ച് മൂലകങ്ങളെ മാത്രമേ ക്രമീകരിക്കാൻ കഴിഞ്ഞുള്ളൂ. അതിനാൽ ഈ വർഗീകരണം എന്തിയായി? പിന്തള്ളപ്പെട്ടു. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, ആ എലമെന്റ്സിന്റെ ഗ്രൂപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അപ്പൊ ഇവരുടെ പ്രത്യേകത എന്തായിരുന്നു? ആദ്യത്തെയും അതായത് അവസാനത്തെ, അതായത് നടുക്ക് നിൽക്കുന്ന എലമെന്റിന്റെ മാസ്, അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെയും മൂന്നാമത്തെയും എലമെന്റിന്റെ മാസിന്റെ ആവറേജ് ആയിരിക്കും. അതാണ് ശരാശരി എന്ന് പറയുന്നത്. ആവറേജ് കാണാൻ നിങ്ങൾക്ക് അറിയാലോ, 2 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ആവറേജ് കാണാൻ എന്താ ചെയ്യേണ്ട? a+b/2 ചെയ്യുക അല്ലെ. അപ്പൊ ഇവിടെ ഇതേപോലെ തന്നെ എന്താണ്? 39 മാസ് നമ്പർ, 7 ഇവിടെ മാസ് നമ്പർ. സോ 39ഉം 7ഉം കൂടെ കൂട്ടി എത്ര കിട്ടും? നമുക്ക് 46. 46/2 ചെയ്തപ്പോ എത്ര കിട്ടി? 23. ഓക്കെ, അപ്പൊ 23 അറ്റോമിക ഭാരം സോഡിയത്തിന്റെ. അതെന്താണ്? ലിഥിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും അറ്റോമിക് മാസിന്റെ ആവറേജ് ആയി. സോ ഇതിനെയാണ് നമ്മൾ ത്രിക നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ട്രയാഡ്സ് എന്ന് പറയും. അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിനെ നമ്മൾ ട്രയാഡ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ത്രികങ്ങൾ എന്ന് പറയും. അപ്പൊ ഈ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഇവരൊക്കെ ത്രികങ്ങളാണ്, അല്ലെങ്കിൽ ട്രയാഡ്സ് ആണ്. ഓക്കെ, പക്ഷെ ഇത് എല്ലാ മൂലകങ്ങളും ഈ ഒരു നിയമം പാലിക്കപ്പെട്ടില്ല അല്ലെങ്കിൽ കാണിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാ മൂലകങ്ങളെയും നമുക്ക് ഇതുപോലെ ക്രമീകരിക്കാൻ പറ്റിയില്ല. വളരെ കുറച്ച് മൂലകങ്ങളെ മാത്രമേ നമുക്ക് ഇതുപോലെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഈ ഒരു വർഗീകരണം എന്ത് ചെയ്തു? പിന്തള്ളപ്പെട്ടു പോയി. ഓക്കെ, അപ്പൊ അടുത്ത നോക്കാം. മൂലക വർഗീകരണവുമായി ബന്ധപ്പെട്ട അടുത്ത പ്രവർത്തനങ്ങൾ നടത്തിയത് 1862 ഫ്രഞ്ച് ഭൂവിജ്ഞാന ശാസ്ത്രജ്ഞനായ അലക്സാൻഡ്രേ ഇ.ബി.ദി ചാൻകോർട്ടോയിസ് ആണ്. അന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ട മൂലകങ്ങളെ അവയുടെ അറ്റോമിക ഭാരത്തിന്റെ ആരോഹണ ക്രമത്തിൽ, അപ്പൊ അറ്റോമിക ഭാരത്തിന്റെ ആരോഹണ ക്രമത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്രീസിംഗ് ഓർഡറിൽ അദ്ദേഹം സിലിണ്ടർ ആകൃതിയിലുള്ള ഒരു പട്ടികയിൽ ക്രമീകരിച്ചുകൊണ്ട് സ്വഭാവങ്ങളിലുള്ള ക്രമാവർത്തനങ്ങൾ അദ്ദേഹം കാണിച്ചു തന്നു. അപ്പൊ ഇവര് സിലിണ്ടറിക്കൽ ടേബിൾ ആയിട്ടാണ് അദ്ദേഹം എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത് ഇൻ ദ ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് അറ്റോമിക് മാസ്. അപ്പൊ എന്താ ചെയ്തത് അദ്ദേഹം? ഇങ്ങനെ ഈ ക്ലാസിഫിക്കേഷൻ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് പീരിയോഡിക് റെക്കറൻസ് ഓഫ് പ്രോപ്പർട്ടീസ്, അതായത് ഇവരുടെ പ്രോപ്പർട്ടികൾ വീണ്ടും ഒരു പീരിയോഡിക് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിച്ചു. അപ്പം എന്നാൽ ഇതും അത്ര ശ്രദ്ധ പിടിച്ചു പറ്റിയില്ല.
അതുപോലെ തന്നെ 1865 ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ് അഷ്ടക നിയമം, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. അഷ്ടക നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഒക്ടേവ്സ് ആവിഷ്കരിച്ചു. അതാരുടെയാണ്? ന്യൂലാൻഡിന്റെയാണ്. ഇതൊക്കെ ഓർത്തോണം. ലോ ഓഫ് ട്രയാഡ്സ് എന്ന് പറയുന്ന ഡോബറൈനറിന്റെ ആണ്. ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്ന ആരുടെയാണ്? ന്യൂലാൻഡ്സിന്റെ ആണ്. അദ്ദേഹം എന്താണ് അടുത്ത ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നു. അവിടെ എന്താ ചെയ്യുന്നത്? മൂലകങ്ങളെ അവയുടെ അറ്റോമിക ഭാരത്തിന്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിച്ചപ്പോൾ എട്ടാമത് വരുന്ന ഓരോ മൂലകവും ഒന്നാമത്തെ മൂലകത്തിന്റെ ഗുണങ്ങൾ ആവർത്തിക്കുന്നതായി അദ്ദേഹം കണ്ടെത്തി. അല്ലെ? അപ്പൊ എന്താണ്? എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തപ്പോഴത്തേക്കും ഒന്നാമത്തെ മൂലകത്തിന്റെയും എട്ടാമത്തെ മൂലകത്തിന്റെയും പ്രോപ്പർട്ടീസ് എന്താണ്? ഒരേപോലെ വരുന്നതായിട്ട് അദ്ദേഹം കണ്ടു. ഓക്കെ, അപ്പം സംഗീതത്തിലെ സ്വരാഷ്ടകത്തിൽ എട്ടാമത്തെ സ്വരം ഒന്നാമത്തെ സ്വരത്തിന്റെ ആവർത്തനമാകുന്നത് പോലെയായിരുന്നു ഈ ബന്ധം. സോ അപ്പം എന്താണ്? നമ്മുടെ മ്യൂസിക്കിലുള്ള ഒന്നാമത്തെ സ്വരവും എട്ടാമത്തെ സ്വരവും എന്താണ്? ഒരേപോലെയാണ് അല്ലെ? സപ്തസ്വരങ്ങൾ. അപ്പൊ അതില് എട്ടാമത്തതും ഒന്നാമത്തതും എന്താണ്? ഒരേപോലെയാണ് വരുന്നത്. അതാണ് ഈ ഒരു നിയമത്തിൽ അദ്ദേഹം കണ്ട സിമിലാരിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇതും പിന്നീട് എന്താ ചെയ്തത്? കാൽസ്യം വരെയുള്ള മൂലകങ്ങൾ മാത്രമേ ഇത് ബാധകമായിരുന്നുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അന്ന് വ്യാപകമായി സ്വീകരിക്കപ്പെട്ടില്ലെങ്കിലും പിന്നീട് 1887 ലണ്ടൻ റോയൽ സൊസൈറ്റി അദ്ദേഹത്തെ ഡേവി മെഡൽ നൽകി ആദരിച്ചു. ഓക്കെ, അപ്പം ഇത് ആദ്യം വന്നത് ഡോബറൈനറിന്റെ ലോ ഓഫ് ട്രയാഡ്സ്, പിന്നെ ന്യൂലാൻഡ്സ്, പിന്നെ ചാൻ കോർട്ടോയ്സിന്റെ സിലിണ്ട്രിക്കൽ ടേബിൾ ഓഫ് അറേഞ്ച്മെന്റ് ഉണ്ടായി. അത് കഴിഞ്ഞ് നമ്മുടെ ന്യൂലാൻഡ്സിന്റെ ലോ ഓഫ് ഒക്ടേവ്സ്. ഓക്കെ, അത് കഴിഞ്ഞ് നോക്കാം ഇനി എന്താണ് പറയുന്നത്. ഇന്ന് നാം കാണുന്ന ആവർത്തന നിയമത്തിന്റെ ആവിർഭാവത്തിന് റഷ്യൻ ശാസ്ത്രജ്ഞനായ ഡിമിട്രി മെൻഡലിയേവിനോടും ജർമ്മൻ രസതന്ത്ര ശാസ്ത്രജ്ഞനായ ലോതർ മേയറിനോടും നമ്മൾ എന്ത് ചെയ്യണം? കടപ്പെട്ടിരിക്കണം. അതുകൊണ്ട് സ്വതന്ത്രമായി പ്രവർത്തിച്ച ഈ രണ്ടു പേരും 1869 മൂലകങ്ങളെ അവയുടെ അറ്റോമിക ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുമ്പോൾ ഭൗതികവും രാസപരവുമായ ഗുണങ്ങളിൽ ക്രമമായ ഇടവേളകളിൽ സാദൃശ്യങ്ങൾ പ്രകടമാകുന്നതായി പ്രസ്താവിച്ചു. അപ്പൊ ഇവർ രണ്ടുപേരും എന്താ ചെയ്തത്? 1869 ഇവര് രണ്ടുപേരും കൂടെ മൂലകങ്ങളുടെ എന്താണ്? അറ്റോമിക ഭാരത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ എന്ത് ചെയ്തു? ക്ലാസിഫൈ ചെയ്തു. അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും അവർ അതിൽ കണ്ടു എന്താണ്? ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും ഡെഫിനിറ്റ് ഇന്റർവെൽസ് ആയപ്പോൾ എന്താണ്? റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു. അങ്ങനെയാണ് എന്താ ഈ ഒരു പ്രോപ്പർട്ടീസ് എല്ലാം, അതായത് റിപ്പീറ്റഡ് ആണെന്ന് അവർ കണ്ടത്. അങ്ങനെ ലോതർ മേയർ അറ്റോമിക വ്യാപ്തം, ദ്രവണാങ്കം, തെളനില തുടങ്ങിയ ഭൗതിക ഗുണങ്ങളെ അറ്റോമിക ഭാരത്തിന് എതിരായി ചിത്രീകരിച്ചപ്പോൾ ഒരു ക്രമാവർത്തിത രൂപം അല്ലെങ്കിൽ പീരിയോഡിക്കലി റിപ്പീറ്റഡ് പാറ്റേൺ ലഭിച്ചു. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഹി പ്ലോട്ടഡ് ഗ്രാഫ് അല്ലെ? അദ്ദേഹം ഒരു പ്ലോട്ടിംഗ് നടത്തി. എന്താണ്? ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയ അറ്റോമിക് വോളിയം, അതാണ് ഈ വ്യാപ്തം എന്ന് പറഞ്ഞാൽ വോളിയം ആണ്. ഓക്കെ, വോളിയം, അതുപോലെ മെൽറ്റിംഗ് പോയിന്റ് അതാണ് ദ്രവണാങ്കം, ബോയിലിംഗ് പോയിന്റ് ആണ് തെളനില, അറിയായിരിക്കും. അപ്പം ഇതെല്ലാം അറ്റോമിക് വെയിറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് അദ്ദേഹം ഒരു പ്ലോട്ട് ചെയ്തത്, അല്ലെ ഗ്രാഫ് വരച്ചത്. അന്നേരത്തേക്കും അവിടെയും ഇതാണ് ഈ കാര്യങ്ങളെല്ലാം എന്താണ്? പീരിയോഡിക്കലി റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ന്യൂലാൻഡ്സിൽ നിന്ന് വ്യത്യസ്തമായി ലോതർ മേയർ ക്രമാവർത്തന മാതൃകയ്ക്ക് ഒരു നീണ്ട ആവർത്തന ക്രമം ദർശിച്ചു. അപ്പൊ ന്യൂലാൻഡ്സ് എന്താണ്? ഒരു എട്ടാമത്തെ വീതം എലമെന്റുകൾ ഒരേ പ്രോപ്പർട്ടി കാണിക്കുന്നതായിട്ടാണ് കണ്ടത്. പക്ഷെ ലോതർ മേയർ എന്താണ്? കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള ഒരു റിപ്പീറ്റിംഗ് പാറ്റേൺ ആണ് അദ്ദേഹത്തിന് കാണാനായിട്ട് സാധിച്ചത്. ഓക്കെ, അങ്ങനെ 1868 ആയപ്പോഴേക്കും ലോതർ മേയർ ആധുനിക ആവർത്തന പട്ടികയോട് സാദൃശ്യമുള്ള മൂലകങ്ങളുടെ ഒരു പട്ടിക ആവിഷ്കരിച്ചു. എന്നിരുന്നാലും ആധുനിക ആവർത്തന പട്ടികയുടെ വികസനവുമായി ബന്ധപ്പെടുത്തിയുള്ള ദിമിട്രി മെൻഡലിയേവിന്റെ കണ്ടുപിടുത്തം പുറത്താവുന്നത് വരെ ലോതർ മേയറുടെ പ്രവർത്തനങ്ങൾ വെളിപ്പെട്ടിരുന്നില്ല. സോ ഡോബറൈനർ ആണ് ക്രമാവർത്തന ബന്ധനങ്ങളുടെ പഠനത്തിന് തുടക്കം കുറിച്ചതെങ്കിലും ആദ്യമായി ആവർത്തന നിയമം പ്രസ്താവിച്ചതിന്റെ പ്രശസ്തി മെൻഡലീവിനാണുള്ളത്. അത് മറന്നുപോകരുത്. ആദ്യമായിട്ട് ആവർത്തന നിയമം അല്ലെങ്കിൽ എന്താണ്? പീരിയോഡിക് ലോ അല്ലെ? പീരിയോഡിക് ലോ പറഞ്ഞത് ആരാണ്? മെൻഡലീവ് ആണത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, അപ്പൊ നോക്കാം. അദ്ദേഹത്തിന്റെ ആവർത്തന നിയമത്തെ ഇങ്ങനെ പ്രസ്താവിക്കാം. എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. മൂലകങ്ങളുടെ ഗുണധർമ്മങ്ങൾ അവയുടെ അറ്റോമിക ഭാരത്തിന്റെ ആവർത്തന ഫലങ്ങളാണ് അല്ലെ? ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് വെയ്റ്റ്സ് അല്ലെ? അറ്റോമിക് വെയ്റ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് പാറ്റേൺസ് ആയിട്ടാണ് നമ്മുടെ ഈ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസും റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരേ ഗുണങ്ങളിലുള്ള മൂലകങ്ങൾ ഒരേ ലംബനിരകളിൽ അഥവാ ഗ്രൂപ്പുകളിൽ വരത്തക്ക തരത്തിൽ മെൻഡലിയേവ് മൂലകങ്ങളെ അവയുടെ അറ്റോമിക ഭാരത്തിന്റെ ആരോഹണ ക്രമത്തിൽ തിരശ്ചീന വരികളായ
തിരശ്ചീന വരികളായും ലംബ നിരകളായും ക്രമീകരിച്ചു അല്ലെ. അപ്പൊ ഒരേ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന എലമെന്റ്സിനെ അദ്ദേഹം എങ്ങനെയാണ് ഹൊറിസോണ്ടൽ റോസ് ആൻഡ് വെർട്ടിക്കൽ കോളംസ് ആക്കിയാണ് ടേബിൾ മാതൃകയിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്തത്. ഓക്കെ, അപ്പം എന്താണ് ഇൻ ദ ഓർഡർ ഓഫ് ഇൻക്രീസിങ് അറ്റോമിക് വെയിറ്റ് അല്ലെ. അറ്റോമിക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തത്. അതേപോലെ ഒരേ പ്രോപ്പർട്ടീസ് കാണിക്കുന്നവരെ വെർട്ടിക്കൽ കോളംസും ഹൊറിസോണ്ടൽ റോസും ആയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, അറേഞ്ച് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ, മെൻഡലീവിന്റെ മൂലക വർഗീകരണ സമ്പ്രദായം ലോതർ മേയറിന്റേതിനേക്കാളും വിശാലമായ ഒന്നായിരുന്നു. ക്രമാവർത്തനത്തിന്റെ പ്രാധാന്യത്തെ അദ്ദേഹം പൂർണ്ണമായും തിരിച്ചറിയുകയും ഭൗതികവും രാസപരവുമായ ഗുണങ്ങളുടെ വ്യാപ്തി ഉപയോഗിച്ചുകൊണ്ട് മൂലകങ്ങളെ വർഗീകരിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും നല്ല രീതിയിൽ അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്താണ് എലമെന്റ്സിനെ എല്ലാം എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. അപ്പൊ ഇതിന്റെ ഒരു ആവശ്യകത അദ്ദേഹത്തിന് നന്നായിട്ട് മനസ്സിലായി. അതായത് ഈ പീരിയോഡിസിറ്റിയുടെ ആവശ്യകത, സിഗ്നിഫിക്കൻസ് അദ്ദേഹത്തിന് എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് അദ്ദേഹത്തിന് വളരെയധികം മനസ്സിലായിട്ടുണ്ടായിരുന്നു ആ സമയമായപ്പോഴത്തേക്കും. പിന്നീട് പ്രത്യേകിച്ചും മൂലകങ്ങൾ ഉണ്ടാക്കുന്ന സംയുക്തങ്ങളുടെ പ്രയോഗാധിഷ്ഠിത രാസസൂത്രത്തെയും അവയുടെ ഗുണങ്ങളെയും സാദൃശ്യങ്ങളെയുമാണ് മെൻഡലീവ് ആശ്രയിച്ചത്. സോ അറ്റോമിക ഭാരത്തിന്റെ ക്രമം കൃത്യമായി പിന്തുടരുകയാണെങ്കിൽ ചില മൂലകങ്ങൾ അദ്ദേഹത്തിന്റെ വർഗീകരണവുമായി ചേർന്ന് പോവുകയില്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അറ്റോമിക അളവുകളിലെ പിഴവുകളായിരിക്കാം എന്ന കാഴ്ചപ്പാടിൽ അറ്റോമിക ഭാരത്തിന്റെ ക്രമത്തെ അവഗണിച്ച് ഒരേ സ്വഭാവമുള്ള മൂലകങ്ങളെ അദ്ദേഹം ഒരുമിച്ച് ഉൾപ്പെടുത്തി. അപ്പൊ ഇവിടെ എന്താ ചെയ്തത്, അദ്ദേഹം ഇങ്ങനെ അറേഞ്ച്മെന്റ് ചെയ്യുന്ന സമയത്തും അദ്ദേഹത്തിന് അവിടെ കുറച്ച് അനോമലീസ് ഒക്കെ കണ്ടു. ചില ആൾക്കാർ അറ്റോമിക് ഓർഡർ ഈ വെയ്റ്റ്സിന്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്തപ്പോഴത്തേക്കും ഒരു ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരിൽ തന്നെ എന്താണ് ആ ഒരു ഗ്രൂപ്പിന്റെ ക്യാരക്ടർ അല്ലാത്ത ക്യാരക്ടർ കാണിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായി. അപ്പോഴും അദ്ദേഹം വിചാരിച്ചത് അറ്റോമിക് വെയിറ്റ് കണ്ടുപിടിച്ചിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും, അതിന്റെ കാരണമായിട്ടായിരിക്കും ഈ ഒരു ഡിഫറൻസ് വരുന്നതെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. അതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. 6ാം ഗ്രൂപ്പിലെ ടെലൂറിയത്തേക്കാൾ അറ്റോമിക ഭാരം കുറഞ്ഞ അയഡിനെ സ്വഭാവ സാദൃശ്യങ്ങൾ മൂലം 7ാം ഗ്രൂപ്പ് മൂലകങ്ങളായ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ എന്നിവയ്ക്കൊപ്പം ഉൾപ്പെടുത്തി. ഓക്കെ, അതേസമയം തന്നെ ഒരേ സ്വഭാവങ്ങളുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുക എന്ന പ്രധാന ഉദ്ദേശത്തെ മുൻനിർത്തി ഇനിയും ചില മൂലകങ്ങൾ കണ്ടുപിടിക്കാനുണ്ടെന്ന് അദ്ദേഹം മുൻകൂട്ടി പ്രവചിക്കുകയും അവയ്ക്കായി ആവർത്തന പട്ടികയിൽ സ്ഥലങ്ങൾ ഒഴിച്ചിടുകയും ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി എലമെന്റ്സിന്റെ ഈ പ്രോപ്പർട്ടീസ് എല്ലാം റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോഴത്തേക്കും ചില എലമെന്റ്സ് ഇനിയും കണ്ടുപിടിക്കാൻ ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ടേബിളിൽ അദ്ദേഹം എന്താണ് ഗ്യാപ്പ്, അതായത് സ്ഥലങ്ങൾ ഒഴിച്ചിട്ടു. അതിനൊരു ഉദാഹരണമാണ് പറയുന്നത്. മെൻഡലീവ് തന്റെ ആവർത്തന പട്ടിക പ്രസിദ്ധീകരിക്കുന്ന അവസരത്തിൽ ഗാലിയവും ജർമ്മനിയും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഗാലിയവും ജർമ്മനിയും എന്താണ് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ ഇവയ്ക്ക് എന്താണ് അലൂമിനിയത്തിന്റെയും സിലിക്കണിന്റെയും താഴെയായിട്ട് അദ്ദേഹം എന്താണ് സ്ഥലം ഒഴിച്ചിട്ടു. എന്നിട്ട് അവരെ ഒരു പേരും വിളിച്ചു, എന്താണ് ഏകാ അലൂമിനിയം, ഏകാ സിലിക്കൺ. ഓക്കെ, ഏകാ അലൂമിനിയം എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ ഗാലിയമാണ്. ഏകാ സിലിക്കൺ എന്ന് പറയുന്നത് ജർമ്മേനിയമാണ്. അതൊന്ന് ഓർത്ത് വെച്ചോളുക. ഓക്കെ, എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് നോക്കാം. മെൻഡലീവ് ഗാലിയത്തിന്റെയും ജർമ്മേനിയത്തിന്റെയും അസ്തിത്വം പ്രവചിക്കുക മാത്രമല്ല അവയുടെ ചില ഭൗതിക ഗുണങ്ങൾ പ്രതിപാദിക്കുകയും ചെയ്തു അല്ലെ. അപ്പൊ അവര് ഇന്ന ഗ്രൂപ്പിൽ വരുന്ന ആളാണെന്ന് മെൻഡലീവിന് ഒരു ഐഡിയ കിട്ടി. അപ്പൊ അദ്ദേഹം എന്താണ് ഇവരുണ്ട് അല്ല, ഇവരുടെ എക്സിസ്റ്റൻസ് മാത്രമല്ല പ്രെഡിക്റ്റ് ചെയ്തത്, പക്ഷെ അവരുടെ കുറച്ച് പ്രോപ്പർട്ടീസും ഇതായിരിക്കും, കാരണം അവർ ഇന്ന ഗ്രൂപ്പിൽ വരുന്ന ആളാണെന്ന് മനസ്സിലായി. അപ്പൊ ആ ഗ്രൂപ്പിൽ പ്രോപ്പർട്ടീസ് അദ്ദേഹം എന്ത് ചെയ്തു, പ്രെഡിക്റ്റ് ചെയ്തു. അങ്ങനെ ഈ മൂലകങ്ങൾ പിന്നീട് കണ്ടുപിടിക്കപ്പെട്ടു. മെൻഡലീവ് പ്രവചിച്ച ഈ മൂലകങ്ങളുടെ ചില ഗുണങ്ങളും പരീക്ഷണങ്ങളുടെ കണ്ടെത്തിയവയും പട്ടിക 3.3 കൊടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പൊ 3.3 എന്ന് പറഞ്ഞ പട്ടികയിൽ കാണാം ഏക അലൂമിനിയം, അതായത് പ്രവചിച്ചത് അറ്റോമിക ഭാരം 68 ആയിരിക്കും എന്നായിരുന്നു. ഗാലിയം കണ്ടെത്തിയത് 70 ആയിരുന്നു. ഏക സിലിക്കൺ അദ്ദേഹം പ്രവചിച്ചത് അറ്റോമിക ഭാരം 72 ആണ്. കണ്ടുപിടിച്ചത് ജർമ്മേനിയം 72.6. അപ്പൊ അതിന്റെ സാന്ദ്രത, ദ്രവനില, അതുപോലെ തന്നെ ഓക്സിഡൈസിന്റെ രാസവാക്യം, ക്ലോറൈഡിന്റെ രാസവാക്യം ഒക്കെ ഇവിടെ ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. അത് കഴിഞ്ഞ് മെൻഡലീവിന്റെ പാരിമാണികമായ പ്രവചനങ്ങളുടെ വ്യക്തതയും അവയെ തുടർന്നുള്ള വിജയവും അദ്ദേഹത്തിന്റെ ആവർത്തന പട്ടികയും പ്രശസ്തമാക്കി. 1905 പ്രസിദ്ധീകരിച്ച മെൻഡലീവിന്റെ ആവർത്തന പട്ടിക ചിത്രം 3.1 കൊടുത്തിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആവർത്തന പട്ടികയാണ് 3.1 കാണിക്കുന്നത്. ഇത് മെൻഡലീവിന്റെ അറ്റോമിക് വെയിറ്റിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് എലമെന്റ്സിനെ ഗ്രൂപ്പ്സും അതുപോലെ തന്നെ എന്താണ് സീരീസ് എന്നാണ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ഗ്രൂപ്പ്സും സീരീസും ആയിട്ട്, അതായത് ഹൊറിസോണ്ടൽ റോസ് ആൻഡ് വെർട്ടിക്കൽ കോളംസ് ആയിട്ട് അദ്ദേഹം എന്താണ് അറേഞ്ച് ചെയ്ത് വെച്ചതാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ നോക്കുക ജസ്റ്റ്. അത് കഴിഞ്ഞ് മെൻഡലീവിന്റെ കാര്യങ്ങളും ഒക്കെ ഇവിടെ പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓക്കെ, ദെൻ
ആധുനിക ആവർത്തന നിയമവും ആവർത്തന പട്ടികയുടെ ഇന്നത്തെ രൂപവും. അപ്പൊ ആവർത്തന നിയമം നമ്മൾ ഓൾറെഡി പറഞ്ഞു, പീരിയോഡിക് ലോ, അതുപോലെ ഇന്നത്തെ പീരിയോഡിക് ടേബിളിന്റെ രൂപത്തെയും കുറിച്ചുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ മെൻഡലീവ് തന്റെ ആവർത്തന പട്ടിക ആവിഷ്കരിക്കുന്ന സമയത്ത് രസതന്ത്ര ശാസ്ത്രജ്ഞന്മാർക്ക് ആറ്റത്തിന്റെ ആന്തരിക ഘടനയെക്കുറിച്ച് ഒരു അറിവും ഇല്ലായിരുന്നു എന്ന് നാം ഓർക്കണം, അല്ലെ? അപ്പൊ മെൻഡലീവ് ഈ ഒരു ടേബിൾ ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് എന്താണ്, സയന്റിസ്റ്റുകൾക്ക് ആറ്റത്തിന്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് എന്താണ് ഒരു ഐഡിയ ഇല്ലാത്തൊരു കാലഘട്ടമാണെന്ന്. എന്നാൽ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം ആറ്റത്തിന്റെ മൗലിക കണങ്ങളെ കുറിച്ച് സിദ്ധാന്തങ്ങളുടെ അസാമാന്യമായ പുരോഗതിക്ക് സാക്ഷ്യം വഹിച്ചു, അല്ലെ? അപ്പം 20-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും എന്താണ് ഈ ആറ്റത്തിന്റെ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ എന്താണ്, അല്ലെങ്കിൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെ ഒക്കെ കുറിച്ച് ഒരുപാട് തിയറീസ് ഒക്കെ ഉണ്ടായി വന്നു. അങ്ങനെ 1913 ഇംഗ്ലീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായ ഹെൻറി മോസ്ലി, ഓക്കെ, ഈ പേര് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേരാണ്, ഹെൻറി മോസ്ലി. മോസ്ലി മൂലകങ്ങളുടെ സവിശേഷ എക്സ്റേ സ്പെക്ട്രത്തിലുള്ള ക്രമങ്ങൾ നിരീക്ഷിച്ചു. അങ്ങനെ ഡെൽറ്റ ന്യൂ അല്ലെങ്കിൽ ഉത്സർജിക്കപ്പെട്ട കിരണങ്ങളുടെ ആവൃത്തി നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, ഫ്രീക്വൻസിയാണ് കേട്ടോ. ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്. അറ്റോമിക സംഖ്യ അല്ലെങ്കിൽ അറ്റോമിക് നമ്പറിന് ഇസഡ് എന്ന് പറഞ്ഞ ലെറ്റർ ആണ് നമ്മൾ കൊടുക്കുന്നത്, ഫ്രീക്വൻസിക്കാണ് ന്യൂ എന്ന് പറയുന്നത്. അങ്ങനെ എതിരായി രേഖപ്പെടുത്തിയപ്പോൾ ഒരു നേർരേഖ ലഭിച്ചു. അപ്പൊ എന്താണ്, നമ്മുടെ മോസ്ലി എന്ന് പറയുന്നത് എക്സ്റേ സ്പെക്ട്രം എടുത്തു, എലമെന്റ്സിന്റെ എക്സ്റേ സ്പെക്ട്രം എടുത്തു. അത് കഴിഞ്ഞ് ഫ്രീക്വൻസിയുടെ റൂട്ട് ഓഫ് ന്യൂ ആണ് നമ്മുടെ ഫ്രീക്വൻസി ഓഫ് എക്സ്റേസിന്റെ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ അറ്റോമിക് നമ്പറും കൂടെ എന്താണ്, അദ്ദേഹം ഒരു ഗ്രാഫ് വരച്ചു. ആ ഗ്രാഫിൽ എന്താണ് അവർക്ക് കിട്ടിയത്, ഗ്രാഫിൽ ഒരു നേർരേഖയാണ് അവർക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് അവർക്ക് ഇതുപോലെ ഗ്രാഫ്. അപ്പം റൂട്ട് ന്യൂവും അറ്റോമിക് നമ്പറും കൂടെയാണ് അവർ ഗ്രാഫ് വരച്ചത്. അതിൽ നിന്ന് അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി, അറ്റോമിക മാസിന് എതിരെ ചിത്രീകരിച്ചപ്പോൾ അങ്ങനെ സംഭവിച്ചുമില്ല. സോ അറ്റോമിക മാസ് അല്ല, മറിച്ച് അറ്റോമിക സംഖ്യയാണ് ഒരാറ്റത്തിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന ഗുണമെന്ന് അതുവഴി അദ്ദേഹം കാണിച്ചു തന്നു, അല്ലെ? അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി, അറ്റോമിക് number is more fundamental property of an element than its atomic mass. അറ്റോമിക് മാസിനെക്കാട്ടിലും ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്, അറ്റോമിക് നമ്പർ ആണ്, അല്ലെങ്കിൽ അറ്റോമിക സംഖ്യയാണ് എന്ന് മോസ്ലി അങ്ങനെ മോസ്ലി ആണ് ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, അറ്റോമിക് നമ്പർ ആണ്, മാസ് അല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് മെൻഡലേവിന്റെ ആവർത്തന നിയമം ഇതനുസരിച്ച് പരിഷ്കരിച്ചു. ഇതിനെ ആധുനിക ആവർത്തന നിയമം എന്ന് വിളിക്കുന്നു. ഇതിങ്ങനെ പ്രസ്താവിക്കാം, അതായത് മോഡേൺ പീരിയോഡിക് ലോ. ഒരു പീരിയോഡിക് ലോ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അപ്പൊ എന്താണ്, മെൻഡലേവിന്റെ പീരിയോഡിക് ലോയെ ഒന്ന് മോഡിഫൈ ചെയ്തു, എന്നിട്ട് അതിനെ മോഡേൺ പീരിയോഡിക് ലോ എന്ന് വിളിച്ചു. ആ മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. മൂലകങ്ങളുടെ ഭൗതികവും രാസികവുമായ ഗുണധർമ്മങ്ങൾ അവയുടെ അറ്റോമിക സംഖ്യയുടെ ആവർത്തന ഫലങ്ങളാണ്. നമ്മൾ അവിടെ പറഞ്ഞത് അറ്റോമിക ഭാരത്തിന്റെ ആവർത്തന ഫലങ്ങളാണെന്നാണ് പറഞ്ഞത്. ഇവിടെ എന്താണ്, അറ്റോമിക സംഖ്യയുടെ ആവർത്തന ഫലങ്ങളാണ്. അതായത് എലമെന്റ്സിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആർ പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് ദർ അറ്റോമിക് നമ്പേഴ്സ്. ഓക്കെ, അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഈ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, പീരിയോഡിക് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതാണ് മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആവർത്തന നിയമം പ്രകൃതിദത്തമായ 94 മൂലകങ്ങൾക്കിടയിലുള്ള പ്രധാനപ്പെട്ട സാദൃശ്യങ്ങളെ വെളിപ്പെടുത്തുന്നു. നെപ്റ്റ്യൂണിയവും പ്ലൂട്ടോണിയവും ആക്ടീനിയത്തെയും പ്രോട്ടോ ആക്ടീനിയത്തെയും പോലെ തന്നെ യുറേനിയത്തിന്റെ അയിരായ പിച്ച് ബ്ലെൻഡിൽ കാണപ്പെടുന്നു. ഇത് അകാർബണിക രസതന്ത്രത്തിൽ ഒരു പുതിയ ഉണർവ് ജനിപ്പിക്കുകയും സമീപകാലത്ത് കൃത്രിമമായി നിർമ്മിച്ച അല്പായുസായ മൂലകങ്ങളുടെ സൃഷ്ടിയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തു. അപ്പൊ എന്താ പറയുന്നത്, ഇപ്പം ഈ അകാർബണിക രസതന്ത്രം എന്ന് പറഞ്ഞാൽ ഇനോർഗാനിക് കെമിസ്ട്രി ആണ് കേട്ടോ. ഇനോർഗാനിക് കെമിസ്ട്രി, അപ്പം ഈ ഒരു കണ്ടെത്തലുകളൊക്കെ എന്താണ്, ഇനോർഗാനിക് കെമിസ്ട്രിയിലോട്ടും അതുപോലെ തന്നെ ഒരുപാട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നതിലോട്ടും ഒക്കെ കൊണ്ടെത്തിച്ചു. അപ്പം ഒരു നിർവീര്യ ആറ്റത്തിന്റെ അറ്റോമിക സംഖ്യ അതിന്റെ ന്യൂക്ലിയർ ചാർജിന് അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും എന്ന് നമുക്ക് അറിയാവുന്നതാണല്ലോ, അല്ലെ? ഒരു നിർവീര്യ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ആറ്റമാണ്. ഓക്കെ, ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ആറ്റത്തിന്റെ ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അവരുടെ നമ്പർ ഓഫ് ഇലക്ട്രോണിന് തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്, അതിനാൽ ക്വാണ്ടം സംഖ്യയുടെയും ഇലക്ട്രോൺ വിന്യാസത്തിന്റെയും പ്രാധാന്യം മൂലകങ്ങളുടെ ആവർത്തന ഫലത്തിൽ ലളിതമായി കാണുവാൻ കഴിയും. മൂലകങ്ങളുടെയും അവയുടെ സംയുക്തങ്ങളുടെയും ഭൗതികവും രാസപരവുമായ ഗുണധർമ്മങ്ങൾ നിർണ്ണയിക്കുന്ന ഇലക്ട്രോൺ വിന്യാസത്തിന്റെ ആവർത്തന വ്യത്യാസങ്ങളാണ് ആവർത്തന നിയമത്തിന് നിദാനമാണെന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ്, ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്, അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണമാണെന്ന് പറയുന്നത് ഈ ഒരു പീരിയോഡിക് ലോ റിപ്പീറ്റ് അല്ലെങ്കിൽ പീരിയോഡിക് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആ വേരിയേഷൻസ് റിപ്പീറ്റ് ചെയ്ത് വരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. അപ്പൊ ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് നമുക്ക് ഈ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും.
ഇനി വിവിധ തരത്തിലുള്ള ആവർത്തന പട്ടികകൾ പല കാലങ്ങളായി രൂപപ്പെട്ടിട്ടുണ്ട്. ചില രാസപ്രവർത്തനങ്ങൾക്കും സംയോജകതയ്ക്കും പ്രാധാന്യം നൽകിയപ്പോൾ മറ്റു ചില മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. കൂടുതൽ സൗകര്യപ്രദമായ ദീർഘരൂപ ആവർത്തന പട്ടിക, ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ എന്ന് വിളിക്കുന്ന ഒരു ആധുനിക രൂപമാണ് ഇന്ന് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നത്. തിരശ്ചീനമായുള്ള വരികളെ അപ്പൊ ഇന്ന് എന്താണ് യൂസ് ചെയ്യുന്നത്? ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ ആണ് ഇന്ന് യൂസ് ചെയ്യുന്നത്. അതിൽ തിരശ്ചീനമായിട്ടുള്ള വരികളെ, അതായത് ഹൊറിസോണ്ടൽ റോസ് അല്ലെങ്കിൽ മെൻഡലീയേവ് ശ്രേണി അല്ലെങ്കിൽ സീരീസ് എന്ന് വിളിച്ചിരുന്നു. ഇപ്പൊ അതിനെ എന്താണ് നമ്മൾ വിളിക്കുന്നത്? പിരീഡ്സ് ആണ്. ഹൊറിസോണ്ടൽ റോസ് കോൾഡ് പിരീഡ്സ് ആൻഡ് ലംബമായുള്ള നിരകളെ, അതായത് വെർട്ടിക്കൽ കോളംസ് കോൾഡ് ഗ്രൂപ്പ്സ്. ഓക്കെ, വെർട്ടിക്കൽ കോളംസ് കോൾഡ് ഗ്രൂപ്പ്സ് ആൻഡ് ഹൊറിസോണ്ടൽ റോസ് ആർ കോൾഡ് പിരീഡ്സ്. അതാണ് ഇപ്പോഴത്തെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പും പിരീഡും ആയിട്ടാണ് നമ്മൾ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ആറ്റങ്ങളുടെ ബാഹ്യതമ ഷെല്ലിൽ ഒരേ ഇലക്ട്രോൺ ക്രമീകരണം വരുന്ന മൂലകങ്ങളെ ഗ്രൂപ്പുകൾ അഥവാ കുടുംബങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താണ്? ഒരേ ഇലക്ട്രോൺ ക്രമീകരണങ്ങൾ, അതായത് സിമിലർ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്ന ആൾക്കാരെ എല്ലാം നമ്മൾ എന്താണ് ഒരൊറ്റ ഗ്രൂപ്പിൽ നിന്ന് അല്ലെങ്കിൽ എന്താണ് ഫാമിലി എന്നുള്ള രീതിയിലാണ് വിളിക്കുന്നത്. ബാഹ്യതമ ഷെല്ലിലാണ്, ഔട്ടർ മോസ്റ്റ് ഷെല്ലില് ഒരേ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്ന ആൾക്കാരെയാണ് നമ്മൾ ഫാമിലി അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ എന്നൊക്കെ വിളിക്കുന്നു. സോ ഇവ ലംബമായ ഒരേ നിരകളിലായി ക്രമീകരിച്ചിരിക്കുന്നു. IUPAC യുടെ നിർദ്ദേശപ്രകാരം ഗ്രൂപ്പുകളെ പ്രതിനിധീകരിക്കുന്ന പഴയ രീതിയായ 1A തൊട്ട് 7A അങ്ങനെയുള്ള എന്നിവ മാറ്റി 1 മുതൽ 18 വരെയുള്ള സംഖ്യ നൽകിയിരിക്കുന്നു. അതായത് 1 മുതൽ 18 വരെയുള്ള സംഖ്യകളാണ് ഇപ്പൊ എന്താണ് ഗ്രൂപ്പുകൾക്ക് നൽകിയിട്ടുള്ളത്. ഓക്കെ, ആവർത്തന പട്ടികയിൽ ആകെ കൂടി 7 പീരീഡുകൾ ഉണ്ട്. ഒരു മൂലകത്തിന്റെ പീരീഡ് നമ്പർ ആ മൂലകത്തിന്റെ ഏറ്റവും ഉയർന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം സംഖ്യയ്ക്ക് അനുസൃതമായിരിക്കും. അല്ലെ, അപ്പൊ ഏറ്റവും ഉയർന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ് അതിന്റെ പീരീഡിന്റെ നമ്പർ എന്ന് പറയുന്നത്. ആദ്യ പീരീഡിൽ 2 മൂലകങ്ങളാണുള്ളത്, അതൊന്ന് ഓർത്തു വെക്കാം. ആദ്യ പീരീഡിൽ 2 മൂലകങ്ങളുണ്ട്. തുടർന്നുള്ള പീരീഡുകളിലായിട്ട് 8, 8, 18, 18, 32, 32 വീതം മൂലകങ്ങൾ ഉൾക്കൊള്ളുന്നു. ആവർത്തന പട്ടികയുടെ ഈ രൂപത്തിൽ 6ാമത്തെയും 7ാമത്തെയും പീരീഡുകളിലെ 18 മൂലകങ്ങളെ യഥാക്രമം ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളും പ്രത്യേക വിഭാഗമാക്കി താഴെ വിന്യസിച്ചിരിക്കുന്നു. അപ്പൊ എന്താ പറയുന്നത്? 6ാമത്തെയും 7ാമത്തെയും പീരീഡുകളിൽ 14 എലമെന്റ്സ് ഉണ്ട്. അവരെ എന്താണ് താഴെ ഒരു സെപ്പറേറ്റ് ബോക്സ് ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവരെ എന്താണ് നോക്കിക്കേ ഉണ്ടോ, താഴെ സെപ്പറേറ്റ് ആയിട്ടുള്ള ബോക്സ്, ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ്. അപ്പൊ ഇവര് 6ാമത്തെയും 7ാമത്തെയും ഗ്രൂപ്പിലുള്ള ആളുകളാണ്. ഓക്കെ അല്ലേ? അപ്പം ഇവരെ സെപ്പറേറ്റ് പാനൽസ് ആയിട്ടാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. നമ്മുടെ റോസും കോളംസും ഒക്കെ ഉള്ള ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് എലമെന്റ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊന്ന് നിങ്ങൾ നോക്കുക. യെസ്, അടുത്ത നോക്കാം. അറ്റോമിക സംഖ്യ 100ന് കൂടുതലുള്ള മൂലകങ്ങളുടെ നാമകരണം. അപ്പൊ എങ്ങനെയാണ് 100ന് മുകളിൽ അറ്റോമിക് നമ്പർ ഉള്ള ആൾക്കാരെ നെയിം ചെയ്യുന്ന എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, പുതുതായി കണ്ടുപിടിക്കുന്ന മൂലകങ്ങൾക്ക് പേര് നൽകുന്നതിനുള്ള അവകാശം അവ കണ്ടുപിടിക്കുന്നവർക്കായി പരമ്പരാഗതമായി നൽകി വരുന്നത്. അത് പിന്നീട് IUPAC ശരിവെക്കുന്നു. സമീപകാലത്തായി ഇത് ചില തർക്കങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അറ്റോമിക നമ്പർ വളരെ ഉയർന്ന മൂലകങ്ങൾ വളരെ അസ്ഥിരങ്ങളും നേരിയ അളവിൽ മാത്രം ലഭിക്കുന്നവയാണ്. അതിനാൽ അവയുടെ നിർമ്മാണത്തിനും സ്വഭാവ സവിശേഷതകളെ കണ്ടെത്തുന്നതിനും വളരെ സങ്കീർണവും വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ ഉള്ളതുമായ ലബോറട്ടറി ആവശ്യമാണ്. അപ്പം എന്താ പറയുന്നത്, ഈ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 100ന് മേളിൽ അറ്റോമിക് നമ്പർ ഉള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്, വളരെ കുറച്ച് മാത്രമേ കാണത്തുള്ളൂ. അവരെ കണ്ടുപിടിച്ചാൽ തന്നെ അവരിൽ പരീക്ഷണം നടത്താനുള്ള എമൗണ്ട് പോലും നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് എന്താ, ഓരോ രാജ്യങ്ങൾ ഇത് കണ്ടുപിടിക്കുമ്പോൾ അത് അവരാ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ ഓരോ രാജ്യങ്ങൾ അതിൽ എന്താണ് അവരുടെ അവകാശം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഈ മത്സര ബുദ്ധിയോടുള്ള അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ചുരുക്കം ലബോറട്ടറികളെ ഈ ലോകത്തുള്ളൂ. അതുകൊണ്ട് വിശ്വാസയോഗ്യമായ പൂർണ്ണ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് മുൻപേ തന്നെ പുതിയ മൂലകങ്ങളുടെ കണ്ടുപിടുത്തത്തെക്കുറിച്ച് അവകാശപ്പെടാനുള്ള പ്രവണത ശാസ്ത്രജ്ഞന്മാർക്കുണ്ട്. ഉദാഹരണത്തിന് അറ്റോമിക് നമ്പർ 104 ഉള്ള മൂലകത്തിന്റെ അവകാശം അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഒരുപോലെ ആവശ്യപ്പെട്ടു. അല്ലെ, അപ്പൊ 104 മൂലകം കണ്ടുപിടിച്ചപ്പോൾ അമേരിക്കയും പറഞ്ഞു അവരാണത് അവകാശം ഉന്നയിച്ചു. അതുപോലെ സോവിയറ്റ് യൂണിയനും അവകാശം ഉന്നയിച്ചു. പക്ഷെ അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ അതിനെ റുദർഫോർഡിയം എന്നും സോവിയറ്റുകാർ അതിനെ കുർച്ചറ്റോവിയം എന്നാണ് നെയിം ചെയ്തത്. അപ്പൊ ഇതെന്താണ്, നമ്മുടെ ആ ഒരു യൂണിഫോമിറ്റി നഷ്ടപ്പെടുത്തും. പല രാജ്യക്കാർ അവർക്ക് തോന്നുന്ന നെയിംസ് ഈ എലമെന്റ്സിന് കൊടുത്താൽ എന്താണ്, നമ്മുടെ യൂണിഫോമിറ്റി നഷ്ടപ്പെടും. അപ്പൊ അത് ഒഴിവാക്കാനാണ് IUPAC എന്താണ് വേറൊരു നാമകരണം ഇത് കൊണ്ടുവന്നു. കണ്ടോ, 0 മുതൽ 9 വരെയുള്ള അക്കങ്ങൾക്ക് ഓരോ പേര് കൊടുത്തു. നിൽ, അൺ, ബൈ, ട്രൈ എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഒരു ചുരുക്കെഴുത്തും കൊടുത്തു. നിൽ ആണെങ്കിൽ N ആയിരിക്കും,
അൺ ആണെങ്കിൽ യു, ബൈ ആണെങ്കിൽ ബി, അങ്ങനെയുള്ളൊരു ചുരുക്ക എഴുത്തും കൊടുത്തു. അത് കഴിഞ്ഞ് നോക്കിക്കേ, ഇവിടെ 101 മുതൽ 118 വരെയുള്ള എലമെന്റ്സിന് പേര് കൊടുത്തിട്ടുണ്ട്. 101 എന്താണ് അൺ, നിൽ, അണിയം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ UNU, അതിന് പിന്നെ ഔദ്യോഗികമായിട്ട് മെന്റലീവിയം എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സിമ്പൽ എന്ന് പറയുന്നത് MD ആണ്. അങ്ങനെ 101 മുതൽ 118 വരെയുള്ള എലമെന്റ്സിന്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാവുന്നതാണ്. സോ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്, ഇതുപോലെ ഓരോ രാജ്യങ്ങളും നെയിമിൽ അവകാശം ഉന്നയിക്കും, അല്ലെങ്കിൽ ആ ഒരു എലമെന്റിന് മേലെ അവകാശം ഉന്നയിക്കും. സോ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി IUPAC ഒരു മൂലകത്തിന്റെ കണ്ടുപിടുത്തം സ്ഥിരീകരിച്ച് നിയമപരമായി അംഗീകാരം ലഭിക്കുന്നത് വരെ തുടരാനായി മൂലകത്തിന്റെ അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ നാമകരണം ചെയ്യുന്ന ഒരു രീതി ആവിഷ്കരിച്ചു. സോ അതിനനുസരിച്ച് 0-നും 1 മുതൽ 9 വരെയുമുള്ള അക്കങ്ങൾക്ക് സംഖ്യാസൂചകങ്ങൾ ഉപയോഗിക്കുകയാണ് ചെയ്തത്. അതാണ് നമ്മൾ ആ പട്ടിക കണ്ടത്. അതുപോലെ അറ്റോമിക നമ്പറിലെ അക്കങ്ങൾക്ക് അനുസരിച്ചുള്ള സംഖ്യാധിഷ്ഠിത ഘടകങ്ങൾ ഒരുമിച്ച് എഴുതിയ ശേഷം അവസാനമായി EM എന്നുകൂടി ചേർക്കുന്നു. സോ അറ്റോമിക നമ്പർ 100-ന് മുകളിലുള്ള മൂലകങ്ങളുടെ IUPAC നാമങ്ങൾ പട്ടികയിൽ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ അത്തരത്തിൽ പുതിയ മൂലകങ്ങൾക്ക് ആദ്യം 3 അക്ഷരങ്ങൾ തുടങ്ങുന്ന പ്രതീകാത്മകമായ ഒരു താൽക്കാലിക പേര് നൽകുന്നു. പിന്നീട് ഓരോ രാജ്യത്തു നിന്നുമുള്ള പ്രതിനിധികളുടെ വോട്ടോടെ സ്ഥിരമായ പേരും പ്രതീകവും നൽകുന്നു. സോ മൂലകം കണ്ടുപിടിച്ച രാജ്യത്തിന്റെയോ പ്രശസ്തരായ ശാസ്ത്രജ്ഞന്മാരോടുള്ള ബഹുമാനാർത്ഥം അവരുടെ പേരോ ആണ് മൂലകത്തിന്റെ സ്ഥിരനാമമായി നൽകുന്നത്. ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ട 118 മൂലകങ്ങൾക്കും ഔദ്യോഗികമായ നാമവും പ്രതീകവും നൽകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതാണ് നമ്മൾ ആ ടേബിളിൽ കണ്ടത്. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 120 എന്നുള്ളൊരു അറ്റോമിക് സംഖ്യയുള്ള ഒരു മൂലകം കണ്ടുപിടിക്കപ്പെട്ടാൽ അതിന്റെ നാമവും പ്രതീകവും എന്ത് കൊടുക്കും? ഇപ്പൊ 120 ആയതുകൊണ്ടുണ്ട് 1, 2, 0 ആണ് അല്ലെ. 1-ന് അൺ കൊടുക്കും, 2-ന് ബൈ എന്ന് കൊടുക്കും, 0-ന് നിൽ. അപ്പം UBN എന്നാണ് അതിന്റെ പ്രതീകമായി വരുന്നത്. അത് ജസ്റ്റ് ഒന്ന് നോക്കുക. അടുത്തതാണ് മൂലകങ്ങളുടെ ഇലക്ട്രോണിക വിന്യാസവും ആവർത്തന പട്ടികയും. അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ എലമെന്റ്സ് ആൻഡ് ദ പീരിയോഡിക് ടേബിൾ. അപ്പൊ ഇതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിർത്താം. ഓക്കെ, അപ്പൊ മൂലകങ്ങളുടെ ഇലക്ട്രോണിക വിന്യാസവും ആവർത്തന പട്ടികയും. ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ സ്വഭാവം നിർവചിക്കുന്നത് ക്വാണ്ടം സംഖ്യകൾ മുഖേനയാണെന്ന് മുൻ അധ്യായത്തിൽ നാം കണ്ടു കഴിഞ്ഞു. ഇവയിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം സംഖ്യ N ഷെൽ എന്ന് അറിയപ്പെടുന്ന മുഖ്യ ഊർജ്ജനിലയെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഷെൽ എന്ന് പറയുന്ന എനർജി ലെവലിനെയാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആയിട്ടുള്ള N സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് ഈ പീരിയോഡിക് ടേബിളിൽ ഇമ്പോർട്ടൻസ് ആണെന്നുള്ള കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ ഈ ക്വാണ്ടം നമ്പേഴ്സ് ആണ് ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ ക്വാണ്ടം നമ്പേഴ്സ് ആണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം പറയുന്നത്. അപ്പൊ ഇതില് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് ഷെൽ എന്നറിയപ്പെടുന്ന മുഖ്യ ഊർജ്ജ നില എനർജി ലെവലിലാണ്. N എന്ന് പറയുന്നത് എന്താണ്? ഷെൽ നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത്. സോ ഒരു ആറ്റത്തിലെ വിവിധ ഓർബിറ്റലുകളിൽ SPDF അഥവാ ഉപഷെല്ലുകൾ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് എങ്ങനെയെന്നും നാം പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ SPDF എന്ന് പറയുന്നത് എന്താണ്? ഓർബിറ്റലുകളാണ് അല്ലെ. അതുപോലെ തന്നെ ഒരാറ്റത്തിലെ വിവിധ ഓർബിറ്റലുകളിലെ ഇലക്ട്രോണുകളുടെ ഇത്തരം ക്രമീകരണത്തെ ഇലക്ട്രോൺ വിന്യാസം എന്ന് വിളിക്കുന്നു. ആവർത്തന പട്ടികയിൽ ഒരു മൂലകത്തിന്റെ സ്ഥാനം അതിന്റെ അവസാന പൂരണം നടന്ന ഓർബിറ്റലിന്റെ ക്വാണ്ടം സംഖ്യയ്ക്ക് അനുസരിച്ചായിരിക്കും ഒരു മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസവും രൂപാവർത്തന പട്ടികയും തമ്മിൽ നേരിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഈ ഭാഗത്ത് നാം നിരീക്ഷിക്കുവാൻ പോകുന്നത് അല്ലെ. നമ്മളിപ്പോ പറഞ്ഞു ഒരു എലമെന്റിന്റെ പീരിയോഡിക് ടേബിളിലെ പൊസിഷൻ എന്ന് പറയുന്നത് ആ എലമെന്റ് ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്ന അറ്റോമിക് ഓർബിറ്റലിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ആ ക്വാണ്ടം നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടം നമ്പേഴ്സ്, ഓക്കെ, അതിന്റെ ക്വാണ്ടം നമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് അതിന്റെ പൊസിഷൻ നമ്മൾ പീരിയോഡിക് ടേബിളിൽ പറയുന്നത്. സോ അപ്പൊ ആദ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പീരീഡ്സിലെയും അതുപോലെ ഗ്രൂപ്പ്സിലെയും എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ആദ്യം പീരീഡിൽ നോക്കാം. പീരീഡുകളിലെ ഇലക്ട്രോണിക് വിന്യാസം, അതായത് നോക്കിക്കേ, ഏറ്റവും പുറമേ ഉള്ള ഷെല്ലിന്റെ അഥവാ ബാഹ്യതമ ഷെല്ലിന്റെ Nന്റെ വില സൂചിപ്പിക്കുന്നതാണ് പിരീഡ്. അതായത് നമ്മളൊരു എലമെന്റ് എടുത്താൽ അതിന്റെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലിന്റെ N വാല്യൂ ആണ് എന്ത് ആ എലമെന്റ് ഉള്ള പിരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഔട്ടർമോസ്റ്റ് ഷെല്ലിന്റെ N വാല്യൂ ആയിരിക്കും ആ എലമെന്റിന്റെ പിരീഡ് എന്ന് പറയുന്നത്. അപ്പൊ മറ്റൊരർത്ഥത്തിൽ ആവർത്തന പട്ടികയിലെ തുടർച്ചയായ പിരീഡുകൾ അടുത്ത ഉയർന്ന ഊർജ്ജ നിലകളിലെ പൂരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഓരോ പിരീഡിലെയും മൂലകങ്ങളുടെ എണ്ണം, ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്കിത് ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നോക്കിക്കേ, ഓരോ പീരീഡുകളിലെയും മൂലകങ്ങളുടെ എണ്ണം പൂരണം നടന്നുകൊണ്ടിരിക്കുന്ന ഊർജ്ജ നിലയിലെ സാധ്യമായ ഓർബിറ്റലുകളുടെ എണ്ണത്തിന്റെ ഇരട്ടിയായിരിക്കും. അപ്പൊ എന്താണ്? ഓരോ
എലമെന്റ്സ് അല്ലെങ്കിൽ ഓരോ പീരീഡ്സിലും എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അതായത് ഓരോ എനർജി ലെവൽസിലും എത്ര ഓർബിറ്റൽസ് നമുക്ക് അവൈലബിൾ ആണ് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാനായിട്ട്. ആ അവൈലബിൾ ആയിട്ടുള്ള ഓർബിറ്റൽസിന്റെ എണ്ണത്തിന്റെ ട്വൈസ് നമ്പർ ഓഫ് എണ്ണമായിരിക്കും നമുക്ക് എന്താണ് നമ്പർ ഓഫ് എലമെന്റ്സ് ആയിരിക്കും നമുക്ക് ആ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ഒരുപാട് പറഞ്ഞ് ഞാനത് എന്താണ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. നമ്പർ ഓഫ് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ട്വൈസ് ദ നമ്പർ ഓഫ് ഓർബിറ്റൽസ് അവൈലബിൾ ഫോർ ഫില്ലിംഗ് ദ ഇലക്ട്രോൺസ് ആയിരിക്കും. ഓക്കെ, സോ അതൊരു ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. അല്ല, എല്ലാ പീരീഡുകളിലെയും കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ. അത് നോക്കാം. ആദ്യ പീരീഡ് അതായത് n=1 ആരംഭിക്കുന്നത് ഏറ്റവും താഴ്ന്ന ഊർജ്ജ നിലയിൽ പൂരണം നടന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ 2 മൂലകങ്ങളാണ് ഉള്ളത് അല്ലെ. n=1 എന്ന് പറയുന്ന എനർജി ലെവലില് ഒരൊറ്റ ഓർബിറ്റലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇലക്ട്രോൺ ഫിൽ ചെയ്യാനായിട്ട്. അതാണ് 1s എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ട്വൈസ് എന്ന് പറയുമ്പോൾ എന്താണ്? 2. അങ്ങനെ ഒന്നാമത്തെ പീരീഡിൽ 2 മൂലകങ്ങളാണ് നമുക്കുള്ളത്. അതാരൊക്കെയാണ്? ഹൈഡ്രജനും അതുപോലെ തന്നെ ഹീലിയവും. ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിക്കേ, 1s1. ഹീലിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിക്കേ, 1s2. അല്ലെ. അപ്പൊ ഇങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ തന്നെ എന്താണ് ആകുമ്പോഴേക്കും ആദ്യ ഷെൽ അതായത് കെ പൂർത്തിയാകുന്നു. ഇനി രണ്ടാം പീരീഡിലോട്ട് പോവാം. രണ്ടാം പീരീഡിലോട്ട് പോകുമ്പോൾ എന്താണ്? അടുത്ത എനർജി ലെവൽ n=2 ആയി അല്ലെ. n=2 എന്താ നടക്കുന്നത്? ലിഥിയത്തിൽ തുടങ്ങുന്നു. രണ്ടാം പീരീഡ് ലിഥിയത്തിലാണ് നമുക്ക് തുടങ്ങുന്നതെന്ന് അറിയാം. അതിലെ 3-ാം ഇലക്ട്രോൺ 2s ഓർബിറ്റലിൽ പ്രവേശിക്കുന്നു അല്ലെ. അപ്പൊ ലിഥിയത്തിലെ 3-ാമത്തെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്? 2s ഓർബിറ്റലിലാണ് പ്രവേശിക്കുന്നത്. ലിഥിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് ഒന്ന് ഓർത്തെടുക്കാം. 1s2 2s1 ആണ് അല്ലെ. അപ്പൊ 1s2 എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഹീലിയത്തിന്റെ കോൺഫിഗറേഷൻ ആയി. അടുത്ത 3-ാമത്തെ ഇലക്ട്രോൺ എവിടെയാണ്? 2s ഓർബിറ്റലിലോട്ടാണ് പ്രവേശിക്കുന്നത്. അപ്പൊ എന്താണ്? അത് രണ്ടാമത്തെ എനർജി ലെവലിലാണ്. അപ്പം ആ എനർജി ലെവലില് എത്ര ഓർബിറ്റൽസ് അവൈലബിൾ ആണ്? നമുക്കറിയാം 2s അതുപോലെ തന്നെ 2p 2 ഓർബിറ്റൽസ് അവൈലബിൾ ആണ് അല്ലെ. അപ്പൊ 2 ഓർബിറ്റലുകളിലായിട്ടാണ് ഇലക്ട്രോൺ ഫില്ലിങ് നടക്കുന്നത്. അത് നോക്കാം. അതിലെ 3-ാം ഇലക്ട്രോൺ 2s ഓർബിറ്റലിൽ പ്രവേശിക്കുന്നു. അടുത്ത മൂലകമായ ബെറിലിയത്തിൽ 4 ഇലക്ട്രോണുകൾ ഉണ്ട്. അതിന്റെ ഇലക്ട്രോണിക് ക്രമീകരണം എങ്ങനെയാണ്? 1s2 2s2 എന്നാണ്. അതേപോലെ ബോറോൺ എടുത്താൽ 2p ഓർബിറ്റലുകളിൽ ഇലക്ട്രോൺ നിറയാൻ ആരംഭിച്ച് നിയോൺ ആകുമ്പോഴേക്കും 2s2 2p6 ആയി മാറും. അങ്ങനെ എൽ ഷെൽ പൂർത്തിയാകുന്നു. അപ്പൊ ഒന്നുകൂടെ പറയാം. ബോറോൺ ആണെങ്കിൽ 2s2 2p1 ആവും. അടുത്ത കാർബൺ ആണെങ്കിൽ 2s2 2p2. നൈട്രജൻ ആകുമ്പോൾ 2s2 2p3. അങ്ങനെ ഓക്സിജൻ 2s2 2p4. ഫ്ലൂറിൻ 2s2 2p5. നിയോൺ ആകുമ്പോൾ 2s2 2p6. അങ്ങനെ മൊത്തം എത്ര മൂലകമായി? 8 മൂലകങ്ങളാണ് രണ്ടാമത്തെ പീരീഡിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ എന്താണ്? ബോറോൺ മുതൽ 2p ഓർബിറ്റലിൽ ഇലക്ട്രോൺ നിറയാൻ ആരംഭിച്ച് നിയോൺ ആകുമ്പോഴേക്കും എന്താണ്? എൽ ഷെൽ കംപ്ലീറ്റ്ലി എന്താണ്? ഫിൽഡ് ആവുന്നു. അപ്രകാരം രണ്ടാം പീരീഡിൽ 8 മൂലകങ്ങളാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ രണ്ടാം പീരീഡിൽ എത്രയാണ്? 8 എലമെന്റ്സ് ആണ് നമുക്കുള്ളത്. അങ്ങനെ 3-ാമത്തെ പീരീഡ്, അടുത്ത പീരീഡിലെ കാര്യം പറയാണ്. n=3 സോഡിയത്തിൽ ആരംഭിക്കുകയും ഇലക്ട്രോൺ എന്താണ്? 3s ഓർബിറ്റിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. നിയോൺ വരുമ്പം 2s2 2p6 വരെ നിന്നു. അതെടുത്തത് സോഡിയം ആണ്. അപ്പൊ 11 ആണ് അവിടുത്തെ അറ്റോമിക് നമ്പർ അല്ലെ ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ 11th ഇലക്ട്രോൺ എങ്ങോട്ടാ പോകുന്നത്? 3s1 എന്ന് പറയുന്ന ഷെല്ലിലോട്ടാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു കോൺഫിഗറേഷനും കൂടെ എഴുതി വെച്ചിട്ട് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പൊ 11ാമത്തെ ഇലക്ട്രോൺ 3s1 എന്ന് പറയുന്ന ഓർബിറ്റലിലോട്ടാണ് പോകുന്നത് അല്ലെ. അപ്പം എന്താണ്? സോഡിയം മുതൽ ആർഗൺ വരെയുള്ള 8 മൂലകങ്ങളുടെ 3-ാം പീരീഡ് 3s 3p എന്നീ ഓർബിറ്റലുകളുടെ തുടർച്ചയായ ഇലക്ട്രോൺ പൂരണം വഴി ഉണ്ടായതാണ്. അപ്പം 3-ാമത്തെ പീരീഡിൽ എന്താ നടക്കുന്നത്? 3s-ഉം 3p ഓർബിറ്റലുകളാണ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആവുന്നത്. ഓക്കെ, അപ്പൊ സോഡിയം മുതൽ നമ്മുടെ ആർഗൺ വരെ എന്താണ്? ആർഗൺ ആകുമ്പോൾ 3s2 3p6 എന്ന് പറഞ്ഞ ആ ഒരു 3-ാമത്തെ ഷെല്ല് ഫുള്ളി എന്താണ്? കംപ്ലീറ്റഡ് ആകുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. പൊട്ടാസ്യത്തിൽ ആരംഭിക്കുന്ന 4-ാം പീരീഡ് അല്ലെ. n=4 എന്ന് പറയുമ്പോൾ 4-ാമത്തെ എനർജി ലെവല്. അപ്പം 4-ാമത്തെ പീരീഡിൽ എന്താണ്? ഇലക്ട്രോണുകൾ പ്രവേശിക്കുന്നത് 4s ഓർബിറ്റലിലാണ് അല്ലെ. അപ്പൊ 4-ാമത്തെ പീരീഡ് ആയപ്പോഴത്തേക്കും മറ്റേത് 3s2 3p6 കഴിയുമ്പം ആർഗൺ കഴിഞ്ഞു. അടുത്തത് പൊട്ടാസ്യം 4s1 അവിടുത്തെ 19ാമത്തെ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്? പോകുന്നത്. അങ്ങനെ എന്താണ്? 4p ഓർബിറ്റലുകൾ നിറയുന്നതിന് മുൻപേ
3D ഓർബിറ്റലുകൾ നിറയുന്നതാണ് ഊർജ്ജപരമായി അനുകൂലമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അല്ലെ. നമ്മുടെ ഓഫ് ബോ പ്രിൻസിപ്പിൾ, നമ്മുടെ എനർജി ലെവലിന്റെ ഓർഡറിലാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. അതുകൊണ്ട് 4p ഓർബിറ്റിൽ ഫില്ല് ചെയ്യുന്നതിന് മുമ്പേ തന്നെ എന്താണ് 3D ഓർബിറ്റിൽ ഫില്ല് ചെയ്യും. അപ്പൊ എന്താണ് 3D ഫുള്ളായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എന്താണ് 4pയിലോട്ട് മാറുകയുള്ളൂ. അപ്പൊ എന്താണ് അങ്ങനെയാണെങ്കിൽ ഈ പീരീഡിൽ 3D സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നവയെ കാണാം അല്ലെ. അപ്പൊ 3D സംക്രമണ മൂലകങ്ങൾ, അതായത് നമ്മുടെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരെ നമുക്ക് എവിടെ കാണാൻ പറ്റും? ഈ ഒരു പീരീഡിൽ കാണാൻ പറ്റും. അതായത് 3D ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യപ്പെടുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് 3D ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ്? ഇവ 3d1 4s2 എന്ന ഇലക്ട്രോൺ വിന്യാസമുള്ള സ്കാൻഡിയത്തിൽ ആരംഭിക്കുന്നു. 3d10 4s2 ഇലക്ട്രോൺ വിന്യാസമുള്ള സിങ്ക് വരെ 3D ഓർബിറ്റലുകളിൽ പൂരണം നടക്കുന്നു. ഓക്കെ, അപ്പൊ 3D ഓർബിറ്റൽസ് വരെ ഈ ഒരു സ്കാൻഡിയത്തിൽ തുടങ്ങി അതുപോലെ തന്നെ സിങ്ക് വരെയുള്ള മൂലകങ്ങളെയാണ് നമ്മൾ 3D ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെ സംക്രമണ മൂലകങ്ങൾ. അടുത്ത് നോക്കാം. 4ാം പീരീഡ് 4p ഓർബിറ്റലുകളിൽ ഇലക്ട്രോൺ പൂരണം പൂർത്തിയാക്കുന്ന ക്രിപ്റ്റണിൽ അവസാനിക്കുന്നു. 4ാം പീരീഡിൽ ആകെ 18 മൂലകങ്ങൾ ഉണ്ട്. റുബീഡിയത്തിൽ ആരംഭിക്കുന്ന 5ാമത്തെ പീരീഡ്, അതായത് n=5, 4ാമത്തെ പീരീഡ് ഉള്ളത് പോലെ ഇട്രിയത്തിൽ തുടങ്ങുന്നു. 4D സംക്രമണ ശ്രേണി ഉൾക്കൊള്ളുന്നു. അപ്പം ഇട്രിയത്തിൽ തുടങ്ങുന്ന ഇവർക്ക് എന്താണ് ഒരു 4D ട്രാൻസിഷൻ സീരീസ് ഇവർക്കുണ്ട്. അങ്ങനെ 5p ഓർബിറ്റലുകളിലെ പൂരണം പൂർത്തിയാകുന്ന സെനോണിൽ എത്തുമ്പോൾ ഈ പീരീഡ് അവസാനിക്കുന്നു. അങ്ങനെ 6ാം പീരീഡ് n=6, 32 മൂലകങ്ങൾ ഉണ്ട്. ഇവിടെ തുടർച്ചയായ ഇലക്ട്രോണുകൾ 6s, 4f, 5d, 6p എന്നീ ഓർബിറ്റലുകളിൽ ക്രമമായി പ്രവേശിക്കുന്നു. 4f ഓർബിറ്റലുകളിലെ ഇലക്ട്രോൺ പൂരണം സീറിയത്തിൽ തുടങ്ങി ലുട്ടീഷ്യത്തിൽ അവസാനിക്കുന്നു. ഇവയാണ് ലാന്തനോയിഡ് ശ്രേണി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ആ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ ലാന്തനോയിഡ്സ് സീരീസ്, അതുപോലെ ഇവരെ എന്താണ് 4f സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നു. അതേപോലെ 7ാമത്തെ പീരീഡിൽ 6ാമത്തെ പീരീഡിനെ പോലെ 7s, 5f, 6d, 7p എന്നീ ഓർബിറ്റലുകളിലെ പൂരണമാണ് നടക്കുന്നത്. സോ മിക്കവാറുമുള്ള മനുഷ്യനിർമ്മിത റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ ഈ പീരീഡിൽ ഉൾപ്പെടുന്നു. സോ ഈ പീരീഡിൽ അറ്റോമിക സംഖ്യ 118 ഉള്ള ഉത്കൃഷ്ടവാതക കുടുംബത്തിൽ ഉൾപ്പെടുന്ന മൂലകത്തിൽ അവസാനിക്കുന്നു. സോ ആക്ടീനിയത്തിന് Z=89 ശേഷം 5f ഓർബിറ്റലുകൾ പൂരണം നടക്കുന്നത് ആക്ടിനോയിഡ് ശ്രേണികൾ എന്ന് വിളിക്കുന്നു. 5f അന്തഃസംക്രമണ മൂലകങ്ങളുടെ രൂപീകരണത്തിന് വഴിതെളിച്ചു. സോ ഒരേ സ്വഭാവമുള്ള മൂലകങ്ങൾ ഒരേ നിരയിൽ വരണം എന്ന തത്വം പാലിക്കുന്നതിനും ആവർത്തന പട്ടികയുടെ ഘടന നിലനിർത്തുന്നതിനും വേണ്ടി 4f-ഉം 5f-ഉം അടങ്ങുന്ന അന്തഃസംക്രമണ മൂലകങ്ങൾക്ക് ആവർത്തന പട്ടികയിൽ പ്രത്യേക സ്ഥലത്ത് ഇടം നൽകിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ് 4f-ഉം 5f-ഉം അടങ്ങുന്ന ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സിന്, ഇന്നർ ട്രാൻസിഷൻ സീരീസിന് എന്താണ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെ എന്താണ് പീരിയോഡിക് ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പീരീഡ് വൈസിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ കാര്യം. നിങ്ങൾ ആ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുത്ത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ അതിനകത്ത് ഓർത്തോണം ലാന്തനോയിഡ് സീരീസും ആക്ടിനോയിഡ് സീരീസിനെ കുറിച്ച് പറയുന്നത്, 4f ഇന്നർ ട്രാൻസിഷൻ സീരീസും അതുപോലെ തന്നെ നമ്മുടെ 5f ഇന്നർ ട്രാൻസിഷൻ സീരീസ്, പിന്നെ 3D ട്രാൻസിഷൻ സീരീസും 4D ട്രാൻസിഷൻ സീരീസും. അടുത്തായിട്ട് ഗ്രൂപ്പ് വൈസ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ചിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ഇലക്ട്രോൺ വിന്യാസം. ആവർത്തന പട്ടികയിൽ ഒരേ ഗ്രൂപ്പിൽ അഥവാ ലംബമായി ഒരേ നിരയിൽ വരുന്ന മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും അവയുടെ വിന്യാസവും ഒരേപോലെ ആയിരിക്കും. മാത്രവുമല്ല അവയ്ക്ക് ഒരേ സ്വഭാവവും ആയിരിക്കും. അപ്പൊ എന്താ പറയുന്നത്? സെയിം വെർട്ടിക്കൽ കോളംസ് അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഉള്ള എലമെന്റ്സിന് എന്താണ് ഒരേപോലത്തെ വാലൻഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കും. അവർക്ക് ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും ഔട്ടർ ഓർബിറ്റൽസിൽ ഉണ്ടാവുന്നത്. അതുപോലെ അവരുടെ പ്രോപ്പർട്ടീസും എന്തായിരിക്കും? സെയിം ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അടുത്ത നോക്കാം.
ഉദാഹരണത്തിന് ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾക്കെല്ലാം അവയുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം ചുവടെ കാണിച്ചിരിക്കുന്നത് പോലെ NS1 ആയിരിക്കും. അപ്രകാരം ഒരു മൂലകത്തിന്റെ സ്വഭാവം അതിന്റെ ആപേക്ഷിക അറ്റോമിക മാസിനല്ല, മറിച്ച് അറ്റോമിക സംഖ്യയ്ക്ക് ക്രമാവർത്തനമാണെന്ന് കാണാം. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ്, ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന ഇലക്ട്രോൺസിന്റെ എല്ലാം ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഏത് രൂപത്തിലായിരിക്കും? NS1 എന്ന് പറയുന്ന ഒരു രൂപത്തിലായിരിക്കും. നോക്കാം, ഇപ്പം ലിഥിയം എടുത്താൽ 2s1, സോഡിയം 3s1, പൊട്ടാസ്യം 4s1, റുബീഡിയം 5s1 അല്ലെ, അതുപോലെ തന്നെ സീഷ്യം 6s1 അല്ലെ. ഈ ഒരു രീതിയിലാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് വന്നിട്ടുള്ളത്. അപ്പൊ NS1 എന്ന് പറയുന്ന ഒരു ഓർഡറിലാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വന്നിട്ടുള്ളതെന്ന് പറയാം. അതുപോലെ തന്നെ അടുത്തത് ഇലക്ട്രോൺ വിന്യാസവും മൂലകങ്ങളുടെ തരംതിരിക്കലും. അതായത് SPDF ബ്ലോക്കുകളായിട്ട് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന കാര്യമാണ് അടുത്ത പറയുന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ തൊട്ട് ബാക്കി പറയാം. അപ്പം നിങ്ങൾക്ക് ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.